കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. രണ്ട് കൂട്ടുകാരുടെ കഥ കേട്ടാലോ? കഥയുടെ പേര് സൗഹൃദത്തിൻ്റെ പാഠം. തയ്യാറാക്കിയത് മാധവി വേണുഗോപാൽ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ശംഖുവിൻ്റെ വീട്ടിലെ രണ്ട് വളർത്തുമൃഗങ്ങളായിരുന്നു മിക്കി നായിയും ചക്കിപ്പൂച്ചയും. ചക്കിയും മിക്കിയും ആദ്യമായി കാണുന്നത് ശംഖുവിൻ്റെ വീട്ടിൽ വെച്ചാണ്. അവർ കാണുമ്പോൾ ശത്രുക്കളായിരുന്നു. അധികം വൈകാതെ അവർ മിത്രങ്ങളായി. ശംഖുവിന് രണ്ടുപേരെയും നല്ല ഇഷ്ടമായിരുന്നു. രണ്ടുപേർക്കും വയറു നിറയെ ഭക്ഷണം നൽകുമായിരുന്നു. പക്ഷേ ചക്കിപ്പൂച്ച സമർത്ഥനായിരുന്നു. അവൻ വീടിനകത്ത് മച്ചിൻ പുറത്തും മിക്കി നായ വീടിന് പുറത്ത് പ്ലാവിൻ ചുവട്ടിലുള്ള കൂട്ടിലുമായിരുന്നു കിടപ്പ്. ചക്കിപ്പൂച്ചയ്ക്ക് പണിയൊന്നുമില്ല. എന്നാൽ നമ്മുടെ മിക്കി നായയ്ക്ക് വീട് കാവലായിരുന്നു ജോലി. ചക്കി എന്നും ചുറ്റിത്തിരിഞ്ഞ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത് തിന്നും. അപ്പോഴെല്ലാം മിക്കി നായ അവനെ താക്കീത് ചെയ്യും. കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവൻ തൻ്റെ സുഹൃത്തിൻ്റെ വാക്ക് കേട്ടില്ല. ഒരു ദിവസം ശംഖുവിൻ്റെ ഭാര്യ തങ്കു പാൽപ്പായസം ഉണ്ടാക്കി. മുറിയിൽ വയ്ക്കാൻ മറന്നു. ശംഖുവിൻ്റെ കൂടെ പാടത്ത് പണിയെടുക്കാൻ പോയി. തിരികെ വന്ന് നോക്കുമ്പോൾ പാത്രം കാലിയായി. അത് കണ്ട അവർക്ക് സങ്കടവും ദേഷ്യവും വന്നു. തങ്കുവിന് കാര്യം പിടികിട്ടി. ഒരു മുട്ടൻ വടിയുമായി മച്ചിൽ കിടക്കുന്ന ചക്കിയെ പടയെന്ന് കൊടുത്തു. ചക്കി ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. പിന്നീട് ആ വഴി വന്നതേയില്ല. ശംഖുവിന് മിക്കി നായയോട് പാവം തോന്നി. ഇവൻ വിശ്വസ്തനും യഥാർത്ഥ യജമാനെ സ്നേഹിക്കുന്നവനുമാണെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ വിശ്വാസവഞ്ചന കാരണം ചക്കി പുറത്തായി. കൂട്ടുകാരെ, വിശ്വാസവഞ്ചനയ്ക്ക് മാപ്പില്ലെന്നാണ് ഈ കഥയുടെ സാരം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.